ചേട്ടാ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ഇപ്പോൾ എക്യുപ്മെന്റ്സ് ഒക്കെ വന്നിട്ടുണ്ട്, അവിടെ ഉപകരണങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്തായാലും ഒരു ഡോക്ടറിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആവശ്യം വന്നു ഇതെല്ലാം വരാനായിട്ട്. സിസ്റ്റത്തിന്റെ പ്രശ്നമാണെന്നൊക്കെ പറഞ്ഞ് സിസ്റ്റത്തിന്റെ തലയിലേക്ക് കൊണ്ടിട്ടു. ഇപ്പോൾ ഞാൻ ചോദിക്കുന്ന, ഈ ആരോഗ്യമന്ത്രിക്ക് ഇതൊക്കെ പറയാനുള്ളൊരു ഉളുപ്പില്ലേ? കാരണം ഈ എല്ലാം അങ്ങ് ബ്യൂറോക്രസിയുടെ തലയിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ തീരുന്ന പ്രശ്നമാണ് ഇവിടെ ഉള്ളത്. തീർച്ചയായിട്ടും വിജയ് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതൊരു വലിയ നാണക്കേട് ആരോഗ്യവകുപ്പിനുണ്ടാക്കി. കാരണം പ്രതിപക്ഷം അടക്കം അത് ശക്തമായ ആയുധമാക്കി. വീണ ജോർജിൻ്റെ അടുത്ത് പോയി വാർത്ത വായിക്കാനാണ് പറഞ്ഞത്. അപ്പം ആ രീതിയിൽ ആരോഗ്യവകുപ്പിനെ കുറ്റപ്പെടുത്തിയതിൻ്റെ പേരിലാണ് ഈ ഡോക്ടർക്ക് ഒരുപാട് പഴി കേൾക്കേണ്ടി വന്നതെങ്കിൽ പോലും, അതായത് സർക്കാരിൻ്റെയൊക്കെ ഭാഗത്തു നിന്ന്. ബാക്കി പൊതുജനങ്ങളൊക്കെ അദ്ദേഹത്തിനൊപ്പം നിന്നു. അദ്ദേഹം ഒരു CPM അനുഭാവിയായ ഡോക്ടർ കൂടിയാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം പോസ്റ്റൊക്കെ ഇട്ടിരുന്നു. അപ്പോൾ ആരോഗ്യവകുപ്പിനെ കുറ്റപ്പെടുത്തിയതിൻ്റെ പേരിൽ തനിക്കെതിരെ പ്രതികാരം ഉണ്ടാകുമെന്നുള്ള ബോധ്യത്തിൽ തന്നെയാണ് അദ്ദേഹം ഈ പോസ്റ്റ് ഇട്ടത്. അദ്ദേഹത്തെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അദ്ദേഹം വളരെ കഷ്ടപ്പെട്ട് പഠിച്ച് മെറിറ്റിൽ അഡ്മിഷൻ നേടി പഠിച്ച ഒരു മനുഷ്യനാണ്. അദ്ദേഹം രോഗിയായിട്ട് വന്നിട്ടാണ് പിന്നീട് ഡോക്ടറാവുന്നത്. അവരുടെ കഷ്ടപ്പാടുകൾ കണ്ടിട്ട് അദ്ദേഹം ഈ സ്വകാര്യ ആശുപത്രികളിൽ നിന്ന് കിട്ടിയ ഭീമമായ ശമ്പളം, ഓഫർ ചെയ്ത ഭീമമായ ശമ്പളമൊക്കെ വേണ്ടെന്ന് വെച്ചാണ് അദ്ദേഹം സർക്കാർ സർവീസിൽ കയറിയത്. അദ്ദേഹം ആദ്യ കാലഘട്ടത്തിൽ ദൂരസ്ഥലങ്ങളിലൊക്കെ രാവിലെ 3 മണിക്കൊക്കെ എഴുന്നേറ്റ് ട്രെയിനിൽ പോയിട്ടുണ്ട്. കാരണം OPയിൽ വന്ന് കാത്തുവയ്ക്കുന്ന രോഗികളുടെ മുഖമാണ് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ. അപ്പോൾ കൃത്യസമയത്ത് എത്തണമെന്നുള്ളത് കൊണ്ട് അദ്ദേഹം അങ്ങനെ. അതോടൊപ്പം തന്നെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് 2 വീലർ എത്തുന്ന ഡോക്ടർ എന്ന പ്രത്യേകതയൊക്കെ അദ്ദേഹത്തിനുണ്ടായിരുന്നു. കാരണം അത്ര ലളിതമായ ഒരു ജീവിത രീതിയായിരുന്നു. അദ്ദേഹത്തിനറിയാം എനിക്കെതിരെ പ്രതികാരം ഉണ്ടായാലും എനിക്കതൊരു വിഷയമല്ല എന്ന രീതിയിൽ, ആർക്കെങ്കിലും ഉപകാരപ്പെട്ട എന്ന രീതിയിലാണ് അദ്ദേഹം ആ പോസ്റ്റ് ഇട്ടത്. അപ്പോൾ മുഖ്യമന്ത്രിയുടെ വിമർശനം അടക്കം അതിൻ്റെ സൂചനയായി കണക്കാക്കുന്നു. പിന്നാലെ ദേശാഭിമാനിയിൽ വിമർശന ലേഖനം എത്തി. ഇതോടെ വിഷയത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഡോക്ടർ രംഗത്തെത്തി. രാഷ്ട്രീയമായ കുറ്റപ്പെടുത്തലുകൾ ഇല്ലാതെയാണ് ഡോക്ടർ വിഷയത്തിൽ പ്രതികരിച്ചത്. അദ്ദേഹം ഒരിക്കലും രാഷ്ട്രീയമായി കുറ്റപ്പെടുത്തിയില്ല. അദ്ദേഹത്തിൻ്റെ പ്രൊഫഷനുമായി ബന്ധപ്പെട്ട് ഓപ്പറേഷൻ ചെയ്യാൻ കഴിയുന്നില്ല. അദ്ദേഹത്തിൻ്റെ മകൻ്റെ പ്രായമുള്ള ഒരു രോഗിയെ തിരിച്ചുവിടേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് വൈകാരികമായുള്ള ഒരു പ്രതികരണം മാത്രമാണ്. താൻ നടത്തിയ പ്രൊഫഷണൽ സൂയിസൈഡ് ആയിരുന്നുവെന്ന് ഡോക്ടർ ഹാരിസ് ചിറയ്ക്കൽ കുറ്റപ്പെടുത്തി. എല്ലാ വഴിയും അടഞ്ഞപ്പോഴാണ് തുറന്നു പറഞ്ഞത്. തുറന്നു പറച്ചിലിന് ശിക്ഷാ നടപടിയും പ്രതീക്ഷിച്ചിരുന്നു. എല്ലാ വാതിലും കൊട്ടിയടച്ചപ്പോഴാണ് തുറന്നു പറയാൻ നിർബന്ധിതനായത്. സർക്കാരിനെയോ ആരോഗ്യമന്ത്രിയോ ഇക്കാര്യത്തിൽ കുറ്റപ്പെടുത്തിയിട്ടില്ല, ബ്യൂറോക്രസിയെയാണ് കുറ്റപ്പെടുത്തിയെന്നും ഡോക്ടർ ഹാരിസ് പറഞ്ഞു. ബ്യൂറോക്രസിയുടെ ചുവപ്പ് നാടയ്ക്കും മെല്ലെപ്പോക്കിനുമെതിരെ സംവിധാനം നന്നാക്കാനാണ് പ്രതികരിച്ചത്. ഇപ്പോഴും ബ്യൂറോക്രസിയാണ് കുറ്റപ്പെടുത്തുന്നത്. ബ്യൂറോക്രസിക്ക് ഇപ്പോഴും പ്രശ്നങ്ങളുണ്ട്. മെഡിക്കൽ കോളേജിലെ ഉപകരണങ്ങളുടെ പ്രതിസന്ധി പരിഹരിച്ചു. രോഗികളുടെ സർജറി കഴിഞ്ഞു. അവരെ ഇന്നോ നാളെ ഡിസ്ചാർജ് ചെയ്യാൻ കഴിയും. പക്ഷേ ഉപകരണങ്ങളുടെ ക്ഷാമം പലതും നിലവിലുണ്ട്. വിദഗ്ധ സമിതിയെ തെളിവുകൾ സഹിതം സൂചിപ്പിച്ചതാണ്. അന്നവർ ചില പ്രതിവിധികൾ നിർദ്ദേശിച്ചിരുന്നു. അത് നടപ്പിലാക്കണമെന്നാണ് തൻ്റെ ആഗ്രഹമെന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞു. നമുക്കറിയാം, ശൈലജ ടീച്ചറൊക്കെ ആരോഗ്യവകുപ്പായിരുന്ന സമയത്ത് വളരെ കാര്യക്ഷമമായി പ്രവർത്തിച്ചിരുന്നു. അതിനു മുമ്പ് VS ശിവകുമാറും ആരോഗ്യവകുപ്പ് മന്ത്രിയായിരുന്ന സമയത്ത് പോലും കാര്യങ്ങൾ ഭംഗിയായി നടന്നിരുന്നു. പക്ഷേ ഈ വീണ ജോർജ് വന്നതോടുകൂടി മൊത്തം തകിടം പറഞ്ഞു. എല്ലാം PR വർക്കുകളാണ്. അവർക്കൊന്നാമത് ഒരു വളരെ പ്രാധാന്യത്തോടെ അല്ലെങ്കിൽ ഒരു വിഷയത്തെ എങ്ങനെ സമീപിക്കണമെന്ന് പോലും അറിയാത്തൊരു പ്രശ്നങ്ങളുണ്ട്, എക്സ്പീരിയൻസിൻ്റെ കുറവുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഇത്തരത്തിൽ സംഭവിക്കുന്നത്. പബ്ലിക്കായിട്ട് ശകാരങ്ങളും മറ്റും നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അതെ, അവർക്ക് അസഹിഷ്ണുത കൂടുതലാണ്. ഇപ്പോൾ മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങൾ ചോദിച്ചാലും അസഹിഷ്ണുത കൂടി വരികയാണ്. അത് ഈ CPMൻ്റെ ഒരു രോഗം ബാധിച്ചിട്ടുണ്ട്. CPMൻ്റെ ഉയർന്ന നേതാക്കൾക്കുണ്ടാകുന്ന ഒരു തരം രോഗമാണ്. അത് പകർന്നതാവാം ഒരുപക്ഷെ. ഇത്തരം പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകണം. ഇത്തവണ തൻ്റെ കരിയറും ജോലിയും എല്ലാം ത്യജിക്കുന്ന തരത്തിൽ വലിയ റിസ്ക് എടുത്താണ് മുന്നോട്ട് വന്നത്. ഇങ്ങനെ ആരും മുന്നോട്ട് വരുമെന്ന് തോന്നുന്നില്ല. തനിക്കും ഇങ്ങനെ ഇനി വരാനാകുമോ എന്നറിയില്ല. താൻ ഇല്ലാതായാലും പ്രശ്നങ്ങൾ ഇല്ലാതാകില്ലല്ലോ. അത് പരിഹരിക്കാനുള്ള നടപടി ഉണ്ടാക്കണം. ഇതിന് മുന്നേ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇദ്ദേഹത്തിനെതിരെ നടപടികൾക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. കാരണം ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത് ഒരു അച്ചടക്ക നടപടിയായിട്ട് കണക്കാക്കും എന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ അദ്ദേഹം ഉന്നയിക്കുന്ന ആരോപണങ്ങൾക്ക് കഴമ്പുണ്ടോ എന്നുള്ളതല്ല, അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം എന്ത്. അങ്ങനെ അവിടെ അവരുടെ ഡയറക്ടർ ഓഫ് മെഡിക്കൽ എക്സാമിനേഷൻ ഒരു പ്രസ് മീറ്റ് ഒക്കെ നടത്തിയിരുന്നു. അതിൽ പറയുന്നത് ഇദ്ദേഹത്തിന്റെ രാഷ്ട്രീയം വേറെയാണ്. നമ്മുടെ കേരള നമ്പർ 1 എന്നുള്ളൊരു തള്ളൊക്കെ ഉണ്ടല്ലോ ഈ ആരോഗ്യ രംഗത്ത്. അത് പൊളിഞ്ഞതിന്റെ ഒരു ചുരുക്കം ഇദ്ദേഹത്തിനോട് സർക്കാരിനുണ്ട്. തീർച്ചയായിട്ടും. അപ്പൊ ഇത്തരം പ്രശ്നങ്ങൾ ശാശ്വതമായി പരിഹരിക്കാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാകേണ്ടിയിരിക്കുന്നു. ഇത്തവണയും തൻ്റെ കരിയറും ജോലിയുമെല്ലാം ത്യജിക്കുന്ന തരത്തിൽ വലിയ റിസ്ക് എടുത്താണ് മുന്നോട്ട് വന്നതെന്നാണ് ഡോക്ടർ പറയുന്നത്. തനിക്കിങ്ങനെ വരാനാകുമോ എന്നറിയില്ല. താൻ ഇല്ലാതായാലും പ്രശ്നങ്ങളില്ലാതാകില്ലല്ലോ. അത് പരിഹരിച്ച് മുന്നോട്ട് പോകാനുള്ള നടപടികളുണ്ടാകണം. മുമ്പോട്ട് പോകാൻ പല മാർഗങ്ങളും ശ്രമിച്ച് പരാജയപ്പെടുമ്പോഴാണല്ലോ പലരും ആത്മഹത്യ ചെയ്യുന്നത്. അത് പ്രകാരം തൻ്റേത് പ്രൊഫഷണൽ സൂയിസൈഡ് ആണെന്ന് പറയാമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. തനിക്ക് മേലെ ഒരു സമ്മർദ്ദവുമില്ല. താൻ പറഞ്ഞതിനെ ആരെങ്കിലും എതിർക്കുമെന്ന് വിചാരിച്ചിരുന്നു.
എന്നാൽ ഒരാൾ പോലും താൻ ഉന്നയിച്ച വിഷയത്തിൽ എതിർത്തിട്ടില്ല. തനിക്കെതിരെ കുറ്റപ്പെടുത്തലും നടപടി ഉണ്ടായാലും നിലപാട് തുടരും. ആരോഗ്യവകുപ്പിനെ മോശക്കാരനാക്കി കാണിക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. ആശുപത്രികളിലേക്ക് പ്രതിഷേധം സംഘടിപ്പിക്കുകയോ ചികിത്സ തടസ്സപ്പെടുത്തുകയോ ചെയ്യരുത്. തൻ്റെ വെളിപ്പെടുത്തലിനെതിരായ മുഖ്യമന്ത്രിയുടെ കുറ്റപ്പെടുത്തലിൽ വിഷമമില്ല. അദ്ദേഹം ഗുരുനാഥന് തുല്യമാണെന്നും ഹാരിസ് ചിറക്കൽ പറഞ്ഞു. ഇത്ര നാളും ചുവപ്പ് നാടയിൽ കുടുങ്ങിക്കിടന്ന ഫയൽ ഒറ്റ രാത്രി കൊണ്ട് ശരിയായി. ഹൈദരാബാദിൽ നിന്ന് എങ്ങനെ ഇത്ര പെട്ടെന്ന് ഉപകരണങ്ങൾ എത്തി? പ്രതികരിച്ചാലേ പരിഹാരം ഉണ്ടാകൂ എന്നാണോ? പ്രശ്നങ്ങൾ പരിഹരിച്ചാൽ ആരോഗ്യമേഖലയുടെ വളർച്ച നല്ല നിലയിൽ ഉണ്ടാകുമെന്ന് ഡോക്ടർ ഹാരിസ് പറഞ്ഞു. നേരത്തെ ഹാരിസ് ചിറക്കലിനെ വിമർശിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്ത് വന്നിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ഡോക്ടർ ഹാരിസ് ചിറക്കൽ അഴിമതി തീണ്ടാത്ത ഉദ്യോഗസ്ഥനാണെന്നും അദ്ദേഹത്തെ പോലെ ഒരാൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യ മേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നു. കേരളത്തെ താറടിച്ച് കാണിക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് ഉപയോഗിക്കാൻ കഴിയും വിധം അതൃപ്തികൾ പുറത്തുവിട്ടാൽ നല്ല പ്രവർത്തനങ്ങളെല്ലാം തെറ്റായ ചിത്രീകരണത്തിന് ഇടയാക്കുമെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. അതായത് കൊള്ളിക്കാതെ കൊള്ളിച്ച് പറഞ്ഞ ഒരു ഡയലോഗാണ് കേരളത്തിൽ. അപ്പോൾ ഇത് ഈ പറയുന്ന ആരോപണങ്ങൾ ശരിയായത് കൊണ്ടല്ലേ ഇവിടെ ഉപകരണങ്ങൾ ഇല്ലാത്തത് കൊണ്ടല്ലേ ഇത് അദ്ദേഹത്തിന് ഇവിടെ ഉന്നയിക്കേണ്ടി വന്നത്? ആ ഒരു കാര്യത്തിനെ പറ്റി മുഖ്യമന്ത്രിയും സംസാരിക്കുന്നില്ല. തീർച്ചയായിട്ടും അതാണ്. കേരളത്തിൽ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും നെഗറ്റീവായ കുറേ കാര്യങ്ങൾ ബോധപൂർവ്വം ഉണ്ടാക്കാൻ ശ്രമം നടക്കുന്നുണ്ട്. ആരും അംഗീകരിക്കുന്ന വിധത്തിൽ നല്ല പ്രവർത്തനങ്ങൾ നടന്ന നിരവധി കാര്യങ്ങളുണ്ടെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ചില കാര്യങ്ങൾ ചിന്തിച്ചാൽ അക്കാര്യം മനസ്സിലാകും. നല്ലത് അതേ നിലയ്ക്ക് നിൽക്കാൻ പാടില്ലെന്ന് സമൂഹത്തിൽ ചിലർക്ക് താല്പര്യമുണ്ട്. നിർഭാഗ്യവശാൽ മാധ്യമങ്ങളെയാണ് ഇപ്പോൾ അത് മുൻകൈ എടുത്തിട്ടുള്ളതെന്ന് മുഖ്യമന്ത്രി ആരോപിച്ചു. നമ്മുടെ ആരോഗ്യമേഖലയ്ക്ക് കേരളത്തിനകത്തും പുറത്തും പരക്കെ അംഗീകാരം ലഭിച്ചിട്ടുണ്ട്. നേരത്തെ ഉള്ളതിനേക്കാൾ അഭിവൃദ്ധിപ്പെട്ടിട്ടുണ്ട്. അത് യാദൃച്ഛികമായി ഉണ്ടായതല്ല, ബോധപൂർവമായ ഇടപെടലിലൂടെ ഉണ്ടായതാണ്. അദ്ദേഹത്തെ സംബന്ധിച്ച് എന്തെങ്കിലും ഒരു ചെറിയ പനി വന്നാൽ പോലും അദ്ദേഹം അമേരിക്കയിലാണ് പോകുന്നത്. ആരോഗ്യമേഖലയ്ക്കുള്ള ബജറ്റ് വിഹിതവും നല്ല രീതിയിൽ വർദ്ധിച്ചിട്ടുണ്ട്. ഇത്രയുമായ സ്ഥിതിക്ക് ഇപ്പോൾ ആരോഗ്യമേഖലയെ തകർക്കാനുള്ള ശ്രമമാണ് ചിലർ നടത്തുന്നത്. അതിന് കേന്ദ്രീകരിക്കുന്നത് മെഡിക്കൽ കോളേജുകളെയാണെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിലെ മെഡിക്കൽ കോളേജുകളൊക്കെ നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെട്ടു എന്ന് പൊതുവിൽ അഭിപ്രായം വന്നു. എന്നാൽ ഇത് തെറ്റാണെന്ന് വരുത്തി തീർക്കാനാണ് ചിലരുടെ ശ്രമമെന്നാണ് മുഖ്യമന്ത്രി പറയുന്നത്. ഉദ്ദേശിക്കുന്നത് അദ്ദേഹത്തിനെയാണ്. അതെ. അപ്പോൾ അത് എന്ന് വെച്ചാൽ ഇദ്ദേഹം ചെയ്ത കാര്യങ്ങളെ ഇദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെ പെരുപ്പിച്ച് കാണിച്ചുകൊണ്ട് മാധ്യമങ്ങളടക്കം ആണ് അദ്ദേഹം വിമർശിച്ചു പറഞ്ഞ ഫേസ്ബുക്ക് പോസ്റ്റിൽ ആ ഉപകരണങ്ങൾ രോഗികൾക്ക് വാങ്ങിക്കേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടെന്ന് വരെ പറഞ്ഞിട്ടുണ്ട്. ഫേസ്ബുക്ക് പോസ്റ്റിൽ പിൻവലിച്ച പോസ്റ്റിലുള്ള. അതെ. ഏതായാലും ജോലിയോടുള്ള ആത്മാർത്ഥതയുടെ ഭാഗമായി കാര്യങ്ങൾ മാധ്യമങ്ങളുമായി പങ്കിടുന്ന അവസ്ഥ വന്നാൽ അത് തെറ്റായി ചിത്രീകരിക്കപ്പെടും. ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയിൽ പ്രതിഷേധം ഉയർത്തിയ ഡോക്ടർ മോശക്കാരനാണെന്ന് ആരും പറയുന്നില്ല. നല്ല അർപ്പണബോധത്തോടെ ജോലിയെടുക്കുന്ന ആളാണ് അദ്ദേഹം എന്നാണ് പൊതുവെ പറയുന്നത്. എന്നാൽ അദ്ദേഹത്തെ ഉപയോഗിച്ച് നടന്നത് എന്താണ്? അത്തരമൊരാൾ ഇന്ത്യയിലെ ഏറ്റവും നല്ല ആരോഗ്യമേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായി മാറിയില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ഒരു സ്വതസിദ്ധമായ ചിരിയൊക്കെ അദ്ദേഹം ചിരിച്ചു. പ്രത്യേക ആക്ഷനിലുള്ളൊരു ചിരിയൊക്കെ ചിരിച്ചു. അപ്പോൾ അതുകൊണ്ട് ഏതായാലും ഇനി ഇതൊരു വലിയ ഒരു മാതൃക കൂടിയാണ്. ഇത് കേരളീയ പൊതുസമൂഹത്തിന് കിട്ടിയ ഒരു നല്ല സന്ദേശമാണ്. അത് പ്രത്യേകിച്ച് എല്ലാവർക്കും ഇപ്പം വളരെ സന്തോഷമായി. കാരണം ഓപ്പറേഷൻ കാത്തിരുന്നവർക്കെല്ലാം സർജറി കഴിഞ്ഞു, അവരെല്ലാം സുഖപ്പെട്ടു വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ചില ഡോക്ടർമാർ ഈ രീതിയിൽ പ്രതികരിക്കാൻ മുന്നോട്ട് വന്നാൽ അത് ഒറ്റപ്പെട്ട പോരാളികൾ ഇനിയും വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും അത് സമൂഹത്തിന് വലിയൊരു മെച്ചമുണ്ടാക്കുന്ന വിധത്തിലേക്ക് കാര്യങ്ങൾ എത്തട്ടെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.